നമസ്കാരം. പ്രധാന വാർത്തകൾ. കുരുമുളക് സ്പ്രേ അടിച്ച ശേഷം വെട്ടിക്കൊല്ലാൻ ശ്രമം, ഒരു പ്രതി കൂടി പിടിയിൽ. കൊല്ലം തെക്കും ഭാഗത്ത് കണ്ണിൽ മുളക് സ്പ്രേ അടിച്ച ശേഷം യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. തേവലക്കര പാലക്കൽ സ്വദേശി സനൽകുമാറാണ് അറസ്റ്റിലായത്. കേസിൽ അൻസാരി എന്ന പ്രതി നേരത്തെ അറസ്റ്റിലായിരുന്നു. തേവലക്കര സ്വദേശി ഷംനാദിനെയാണ് മുൻ വൈരാഗ്യത്തെ തുടർന്ന് പ്രതികൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഷംനാദിന്റെ ഇരു കൈകൾക്കും വലതുകാൽ മുട്ടിനും വെട്ടേറ്റിരുന്നു. കൂടാതെ ഇരുമ്പ് കമ്പി കൊണ്ടുള്ള അടിയിൽ തലയ്ക്കും പരിക്കേറ്റിരുന്നു. അതിനിടെ കൊല്ലം തെക്കും ഭാഗത്ത് ക്ഷേത്ര ഉത്സവത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഘത്തിലെ പ്രതിയും പോലീസിന്റെ പിടിയിലായി. തേവലക്കര കോയിവെള്ള സ്വദേശി ബിജുവാണ് പിടിയിലായത്. തുമ്പുകുളം ക്ഷേത്രോത്സവത്തിനിടയിലുണ്ടായ സംഘർഷം പരിഹരിക്കാനെത്തിയ തെക്കുംഭാഗം സബ് ഇൻസ്പെക്ടർ മണിലാലിനെയും സംഘത്തെയുമാണ് പ്രതിയും സുഹൃത്തുക്കളും ചേർന്ന് ആക്രമിച്ചത്. പ്രതി കോൺക്രീറ്റ് കട്ട ഉപയോഗിച്ച് SIയെ എറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയായിരുന്നു. കേസിൽ കൂട്ടുപ്രതികൾക്ക് വേണ്ടിയും പോലീസ് അന്വേഷണം തുടരുകയാണ്. രാജസ്ഥാനിൽ മരിച്ച BSF ജവാന്റെ മൃതദേഹം സംസ്കരിച്ചു. രാജസ്ഥാനിൽ മരിച്ച BSF ജവാന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. BSFന്റെ നേതൃത്വത്തിൽ വീട്ടിലെത്തിച്ച മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. BSFൽ ജോലിക്കിടെ മരിച്ച പൂവാർ കുളംവെട്ടി SJ ഭവനിൽ ഷാമുവലിന്റെ മൃതദേഹമാണ് ഞായറാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിച്ചത്. DNA ഫലം പോസിറ്റീവ് ആയതിനെ തുടർന്നാണ് സംസ്കാരം നടന്നത്. നാല് വർഷ ബിരുദം നടപ്പിലാക്കുന്നത് മുൻകരുതലില്ലാതെ ഭാവിയെ പന്താടാൻ സമ്മതിക്കില്ല KSU. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ ഇന്നു മുതൽ ആരംഭിക്കുന്ന 4 വർഷ ബിരുദ കോഴ്സ് നടത്തിപ്പിൽ സംസ്ഥാന സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധം. ഉച്ചയ്ക്ക് 12 മണിക്ക് തിരുവനന്തപുരത്തെ ഗവൺമെന്റ് വനിതാ കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 4 വർഷ ബിരുദ കോഴ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഒരു വിഷയത്തിലും ആഴത്തിലുള്ള അക്കാദമിക പഠനം സാധ്യമാവില്ലെന്ന ആശങ്ക നേരത്തെ തന്നെ വിദ്യാഭ്യാസ വിദഗ്ധർ ഉന്നയിച്ചിരുന്നു. വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലെന്നും വിമർശനമുണ്ടായിരുന്നു. 4 വർഷ ബിരുദം നടപ്പിലാക്കുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു മുൻകരുതലുകളും സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും ക്ലാസുകൾ ഇന്ന് ആരംഭിക്കുമ്പോൾ തന്നെ സിലബസുകൾ പോലും കൃത്യമായി വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടില്ലെന്നും KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞു. സർവത്ര ആശങ്കയും ആശയക്കുഴപ്പവുമാണ് നിലനിൽക്കുന്നത്. സർക്കാരിന് ഇത് സംബന്ധിച്ച് ഒരു വ്യക്തതയുമില്ല. ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടും വ്യക്തത വരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിപ്പാട് KSRTC ബസും ആംബുലൻസും കൂട്ടിയിടിച്ച അപകടം, നിരവധി പേർക്ക് പരിക്ക്. ദേശീയപാതയിൽ ഹരിപ്പാട് KV ജെട്ടി വിലഞ്ഞാൽ ക്ഷേത്രത്തിന് സമീപമാണ് അപകടം നടന്നത്. കൊല്ലത്തു നിന്നും രോഗിയുമായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസും എറണാകുളത്തു നിന്നും കായംകുളത്തേക്ക് വരികയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂളിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം, കുട്ടികളുടെ പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. ബേവിക്കാനം UP സ്കൂളിൽ സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം, കുട്ടികളുടെ പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. ഇന്ന് രാവിലെ അധ്യാപകൻ എത്തിയപ്പോഴാണ് ക്ലാസ് മുറിയിൽ പുസ്തകങ്ങൾ തീയിട്ട് നശിപ്പിച്ചതായി കണ്ടെത്തിയത്. സാധാരണ കുട്ടികൾ പുസ്തകങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ടെന്നും ചില പുസ്തകങ്ങൾ ക്ലാസ്സിൽ തന്നെ സൂക്ഷിക്കാറുണ്ടെന്നും അധ്യാപകർ പറഞ്ഞു. ക്ലാസ് മുറിക്കുള്ളിൽ പ്രവേശിച്ചല്ല, ജനൽ വഴിയാണ് അജ്ഞാത സംഘം തീയിട്ടത്. മറ്റൊരു മുറിയിൽ സൂക്ഷിച്ചിരുന്ന ക്ലീനിംഗ് വസ്തുക്കൾ തീയിടാനും ശ്രമം നടന്നു. തീ ആളിപ്പടർന്നിരുന്നെങ്കിൽ വലിയ അപകടം ഉണ്ടായേനെ.